ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നടത്തിക്കൊടുത്ത കോൺസ്റ്റബിൾ ഗോപിയെ കാണുകയാണ് സുധീഷ്. ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന ഗോപി ചോദിക്കുന്നു, സുധീഷ്, നിന്റെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയൊക്കെയോ പോകുന്നു സാറിന് സുധീഷ് പറയുമ്പോൾ ഗോപി ചോദിക്കുന്നു, ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ആരെങ്കിലും വന്ന് നിന്നെ കണ്ടായിരുന്നോ? പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് സമാധാനമായോ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധിയുടെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന നല്ല ആളെ പോലെ സംസാരിച്ച് എന്നെ നിധിയും അയാളുടെ വീട്ടിലേക്ക് ഒരാഴ്ചത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങളും വിശ്വസിച്ച് കൂടെ പോയി. പക്ഷെ എനിക്ക് ഇയാൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് സംശയം തോന്നി. പക്ഷെ എന്നെ കൊന്നുകളയാൻ അയാൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലായില്ല സാർ. ഞെട്ടി ഗോപി ചോദിക്കുന്നു, നീ എന്താ ഈ പറയുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ അമ്മായിച്ചൻ കൈ നിറയെ പണവും സ്വർണവും തന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മളെ വിശ്വസിച്ച് അമ്മായിച്ചൻ ഇത്രയും പണം തന്നിരിക്കുകയല്ലേ, സുരക്ഷിതമായി അത് അവിടെ എത്തിക്കണമെന്ന് കരുതി ഞാൻ അതുമായി പോയി. വഴിയിൽ വെച്ച് ഗുണ്ടകൾ എന്നെ തടഞ്ഞു നിർത്തി പണവും സ്വർണവും എടുത്തുകൊണ്ടുപോയി. അത് എന്റെ അമ്മായിച്ചന്റെ ഗുണ്ടകളായിരുന്നു. വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാനാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. അതൊന്നും പോരാഞ്ഞിട്ട് എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടടിച്ചു. എന്നെ കൊന്നുകളയാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. എന്റെ നല്ല സമയം ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നു. ഇല്ലെങ്കിൽ എന്നെ ഇപ്പൊ കാണില്ലായിരുന്നു. എന്നെ മുകളിലേക്ക് പറഞ്ഞു വിട്ടേനെ. ഇത് കേട്ട് ഗോപി ചോദിക്കാണ്, സുധീഷ്, ഇത്രയൊക്കെ നടന്നോ? ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ അമ്മായിയച്ഛനെ ഞാൻ അകത്താക്കിയനെയല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താണെങ്കിലും അയാൾ എന്റെ അമ്മായിയച്ഛനല്ലേ, എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഇത് കേട്ട് ഗോപി പറയുകയാണ്, ഇത്രയും നല്ല മനസ്സ് അയാൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്റെ നല്ല മനസ്സ് അയാള് മാത്രമല്ല അയാളുടെ മകളും മനസ്സിലാക്കുന്നില്ല. നീ എന്താണ് പറയുന്നതെന്ന് ഗോപി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് എന്നിൽ നിന്നും ഡിവോഴ്സ് വേണമെന്ന്. ഞെട്ടി ഗോപി ചോദിക്കുന്നു, ഡിവോഴ്സോ? എന്താ സുധീഷ് ഷോക്കിന് മുകളിൽ ഷോക്ക് തരുന്നത്? ഇത്രയൊക്കെ നടന്നതിന് ശേഷം ആ പെൺകുട്ടി നിന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നെന്നോ? നീ പണ്ടൊരിക്കൽ എന്നെ കാണാൻ വന്നതും ആ കുട്ടി ഡിവോഴ്സ് ചോദിക്കുന്നതും പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ പെണ്ണിനോട് സംസാരിക്കുകയും ചെയ്തതാണല്ലോ. അപ്പൊ സുധീഷ് പറയുന്ന, അതെ സർ, സാറ് സംസാരിച്ചതിന് ശേഷമാണ് ഡിവോഴ്സിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നത് നിർത്തിയത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ പിടിവാശിയിലാണ്. ഒന്ന് ആലോചിച്ച് ഗോപി ചോദിക്കുന്നു, സുധീഷേ, എന്തിനായിരിക്കും ഒരു പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഡിവോഴ്സ് ചോദിക്കുന്നത്? നീ ആ പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തുകയാണോ? അവളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ ഞാൻ എന്തിനാ സാറ് ചെയ്യുന്നത്? സാറിന് സംശയം ഉണ്ടെങ്കിൽ അവളോട് തന്നെ ചോദിച്ചു. അവള് പറയുന്ന വാക്കിന് മറുവാക്ക് പറയാൻ നിൽക്കും ഞാൻ. എന്റെ വീട്ടിലുള്ളവർ അവളെ പൊന്നുപോലാ നോക്കുന്നത്. അപ്പോൾ ഗോപി ചോദിക്കുന്ന, പിന്നെന്താ സുധീഷ പ്രശ്നം? ഡിവോഴ്സ് ചോദിക്കാൻ കാരണമേ ഇല്ലല്ലോ. വീണ്ടും ആ പെണ്ണിന്റെ അച്ഛൻ എന്തെങ്കിലും പ്ലാൻ നടത്താൻ ശ്രമിക്കുന്നുണ്ടോ? മകളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, അങ്ങനെയല്ല സർ, അവള് ഡിവോഴ്സ് വാങ്ങിയിട്ട് എന്റെ വീട്ടിൽ തന്നെ താമസിക്കാനുള്ള പ്ലാനില്ല. ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, എന്താ സുധീഷ് ഇത്? ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഡിവോഴ്സ് വാങ്ങിയിട്ട് അവൾ എങ്ങനെ നിന്റെ വീട്ടിൽ താമസിക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അവൾ എന്റെ കുടുംബവുമായി അത്രയ്ക്ക് അടുപ്പത്തിലാണ് സർ. സുഭാഷ് ചേട്ടൻ എന്റെ ചേട്ടൻ എന്ന് പറയുന്നതിനേക്കാളും അവളുടെ ചേട്ടൻ എന്ന് പറയുന്നതായിരിക്കും ശരി. എന്റെ ഇളയ അനുജനൊക്കെ ഏട്ടത്തിന്ന് വിളിച്ച് ജീവൻ കളയും. എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും അവളോട് അത്രയ്ക്ക് സ്നേഹമാണ്. അവളും എന്റെ ചേട്ട അനുജന്മാരെ സ്വന്തം ആങ്ങളമാരായിട്ടാ കാണുന്നത്. അതുകൊണ്ട് അവള് വീട് വിട്ടൊന്നും പോകില്ല സർ. പക്ഷെ എന്നിൽ നിന്നും അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന്. ഇത് കേട്ട് ഗോപി പറയുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ സുധീഷ്. നിന്നെ വേണ്ട, പക്ഷെ നിന്റെ കുടുംബത്തെ വേണമെന്ന്. അവരെ എല്ലാവരെയും സ്വന്തക്കാരായി കണ്ട നിന്റെ ഭാര്യ നിന്നെ മാത്രം എന്താ ഭർത്താവായിട്ട് അംഗീകരിക്കാത്തത്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഇത് തന്നെയാണ് സാറേ ഞാനും ചോദിക്കുന്നത്. കല്യാണം പെട്ടെന്ന് നടന്നതാണ്. ഇപ്പം കല്യാണം കഴിക്കണമെന്ന് അവളുടെ പ്ലാനിൽ ഇല്ലായിരുന്നെന്ന്. അതുകൊണ്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് അതിനുശേഷം അവളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാമെന്നാ പറയുന്നത്. അപ്പൊ ഗോപി ചോദിക്കാണ്, കല്യാണം കഴിഞ്ഞിട്ട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റില്ലേ? കല്യാണത്തിന് മുമ്പ് എന്താണോ ചെയ്യണമെന്ന് വിചാരിച്ചത് കല്യാണത്തിന് ശേഷവും അത് ചെയ്യാലോ. ഇതെന്താ ഈ നാട്ടിലെങ്ങും നടക്കാത്ത കാര്യമാണോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഇത് പറഞ്ഞാൽ അവൾ എവിടെ കേൾക്കാനാ? ഡിവോഴ്സ് വാങ്ങിയേ പറ്റൂന്ന് പറഞ്ഞ് അവൾ എന്നെ ഒരു വക്കീലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കോർട്ടിൽ പോയി ഡിവോഴ്സ് അപ്ലൈ ചെയ്യുന്ന ജോലിയും തീർന്നു. ഇങ്ങനെ പോയാൽ കുറച്ചു നാളിനുള്ളിൽ തന്നെ ഡിവോഴ്സ് വാങ്ങുമെന്ന് തോന്നുന്നു സർ. ഗോപി പറയുകയാണ്, ഇതൊക്കെ വേണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ആ പെണ്ണ് വിളിച്ചോടനെ നീ കോർട്ടിലേക്ക് അങ്ങ് പോയോ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ എത്ര പറഞ്ഞിട്ടും അവള് കേൾക്കുന്നില്ല സർ. ഞാനാണെങ്കിൽ അവൾ എന്ത് ചോദിച്ചാലും കൊടുത്തങ്ങ് ശീലിച്ചു പോയി. കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, കല്യാണം കഴിച്ചു. ഇപ്പൊ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു, അതും കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് സർ. ഇത് കേട്ട് ഗോപി പറയുകയാണ്, എന്താ സുധീഷ് നീ പറയുന്നത്? ബർത്ത്ഡേക്ക് ചോക്ലേറ്റ് കേക്ക് വാങ്ങുന്നത് പോലെയാണോ ഇത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ചോക്ലേറ്റ് കേക്ക് വേണോന്ന് പറയുന്നത് പോലെയാ അവൾ എന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നത്. എനിക്ക് അവളെ എത്ര ഇഷ്ടമാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സർ. അങ്ങനെ സുധീഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ ഗോപി പറയുന്നു, കരയാതെ സുധീഷ്. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആണുങ്ങൾ കരയുന്നത് കണ്ടാൽ എന്റെ മനസ്സ് താങ്ങില്ലെന്ന്. കണ്ണു തുടക്കി സുധീഷ്. അപ്പൊ സുധീഷ് പറയണ, സർ എന്നെ ഹെൽപ്പ് ചെയ്യണം. അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അവളാണ് എന്റെ ജീവിതം എന്ന് വിചാരിച്ച് ജീവിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. അവളെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും സർ? ഇത്
ഇതൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല സർ. സാറിനോട് പറയുന്നതിന് എനിക്കെന്താ? എന്റെ അച്ഛനും ഞാനും കൂടി ചേരില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സാറ് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നപ്പോൾ ഞാൻ സാറിനെയാ അച്ഛനായും ചേട്ടനായും ചെറിയച്ഛനായും അമ്മാവനായും എല്ലാം കണ്ടത്. അങ്ങനെയുള്ള സാറിന്റെ മുന്നിൽ വെച്ച ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇപ്പൊ അവള് വന്ന് ഡിവോഴ്സ് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സർ? സാറ് വേണം ഞങ്ങളെ ഒന്നിപ്പിക്കാൻ. സാറല്ലാതെ എനിക്ക് ആരുമില്ല. അങ്ങനെ സുധീഷ് കരയുമ്പോൾ കവിളിൽ പിടിച്ച് ഗോപി പറയുകയാണ്, കരയാതെ സുധീഷെ, ഞാൻ നോക്കിക്കോളാം. നീ കരച്ചില് നിർത്ത്. ഇങ്ങനെ ഒരു പയ്യനെ വിട്ടുപോകാൻ ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് വരുന്നു എന്നാ എനിക്ക് മനസ്സിലാകാത്തത്. വിഷമിക്കാതെ മോനെ, ഇക്കാലത്തിലെ കുട്ടികൾ എന്താ ഇങ്ങനെയായി പോയെന്ന് അറിയില്ല. സമാധാനിക്ക്. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം. ഡിവോഴ്സ് വേണ്ടെന്നാ ഞാൻ പറയാം. അത് മതിയോ? അത് മതിയെന്ന് സുധീഷ് പറയുമ്പോൾ ഗോപി പറയുകയാണ്, നീ വിഷമിക്കാതെ, ഞാനെല്ലാം നോക്കിക്കോളാം. സുധീഷ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി സാറ് സംസാരിക്കുമോ? അപ്പോൾ ഗോപി പറയുകയാണ്, സംസാരിക്കും മോനെ, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് സുധീഷ് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് സർ. എങ്ങനെയെങ്കിലും സംസാരിച്ച് ഞങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കണം സർ. അവളില്ലെങ്കിൽ എനിക്ക് ജീവിതമേ ഇല്ല സർ. കയ്യിൽ പിടിച്ച് ഗോപി പറയുന്നു, ശരി സുധീഷ്, ഞാൻ സംസാരിക്കാം. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? കരയരുതെന്നല്ലേ? കർച്ചീഫ് വേണോ കണ്ണീര് തുടയ്ക്കാൻ? സുധീഷ് പറയുന്നു, വേണ്ട സർ, എന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഗോപി പറയുകയാണ്, ഞാൻ 4 മോണ്ടയും കഴിച്ച് ഒരു ടീയും കുടിച്ചിട്ടുണ്ട്. അതിന്റെ കാശ് അങ്ങ് കൊടുത്തേക്കണേ സുധീഷേ. നീ വിഷമിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. തുടർന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നികേഷ്, സുധീഷ് എവിടെയാ? അപ്പൊ നികേഷ് പറയണ, അറിയില്ല സുഭാഷേട്ടാ, പുറത്തു പോയതാണെന്ന് തോന്നുന്നു. സുഭാഷ് ചോദിക്കുന്നു, നിധി? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി റൂമിനുള്ളിലുണ്ട്. നിധി എന്തെങ്കിലും പറഞ്ഞുവെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഇല്ല സുഭാഷേട്ടാ. അപ്പൊ സുഭാഷ് ചോദിക്കണ, കോർട്ടിലേക്ക് പോയിട്ട് വന്നിട്ട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല എന്നാ നികേഷ് പറയുമ്പോൾ നിധിയെ ഉറക്കെ വിളിക്കുകയാണ് സുഭാഷ്. ഇതാ വരുന്ന സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് നിധി അവിടേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, നിധി എപ്പോഴാ വന്നത്? അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? അപ്പൊ നിധി പറയണ, ഇല്ല സുഭാഷേട്ടാ, ഒരു പ്രശ്നമില്ല. ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, അപ്പോ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ? അപ്ലൈ ചെയ്തു എന്ന് നിധി പറയുമ്പോൾ ടെൻഷനോട് കൂടി സുഭാഷ് ചോദിക്കുന്നു, ഡിവോഴ്സ് കിട്ടിയോ? നികേഷ് പറയുന്നു, സുഭാഷേട്ടാ, ഉടനെ എങ്ങനെ ഡിവോഴ്സ് കൊടുക്കുന്നേ? അപ്പൊ നിധി പറയണ, അതിനൊക്കെ സമയം എടുക്കും സുഭാഷേട്ടാ. ഇപ്പൊ അപ്ലൈ ചെയ്താൽ 6 മാസത്തിന് ശേഷമേ ഡിവോഴ്സ് കിട്ടൂ. ഇത് കേട്ട് സമാധാനത്തോടു കൂടി സുഭാഷ് ചോദിക്കുന്നു, ഓ അങ്ങനെയാണോ? 6 മാസം ആകുമോ? അവിടെ എന്താ നടന്നു മോളെ? അപ്പൊ നിധി പറയണ, ജഡ്ജി ഞങ്ങളെ വിളിച്ചു, ഡിവോഴ്സ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു. ജഡ്ജി ഞങ്ങളെ കൗൺസിലിംഗിന് അയച്ചു. സുഭാഷ് ചോദിക്കുന്നു, കൗൺസിലിംഗോ? അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിനെവിടാ പോകേണ്ടത്? അപ്പൊ നിധി പറയണ, അവിടെ തന്നെയാണ് സുഭാഷേട്ടാ. ഈ പടത്തിലൊക്കെ കാണിക്കുന്നത് പോലെ ഇതിനു വേണ്ടി 2 പേർ അവിടെ ഇരിപ്പുണ്ട്. അവര് ഞങ്ങളോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്തിനാ പിരിയുന്നേന്നൊക്കെ. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഓ അങ്ങനെയൊക്കെ ചോദിച്ചു? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ, ഡിവോഴ്സ് ഒക്കെ ചോദിച്ചാൽ ഉടനെ കിട്ടില്ല. അപ്പൊ നിധി പറയണ, അതെ അതെ, കല്യാണം മാത്രമാണ് ഉടനെ നടത്തുന്നത്. ഡിവോഴ്സ് ഒന്നും ഉടനെ വാങ്ങാൻ പറ്റില്ല. കൗൺസിലിംഗിൽ എന്നോട് തനിച്ച് സംസാരിച്ചു. അതിനുശേഷം സുധീഷിനോടും തനിച്ച് സംസാരിച്ചു. പിന്നീട് കോർട്ട് തന്നെ ഒരു ഡേറ്റ് തരികയായിരുന്നു. അപ്പൊ വീണ്ടും പോണോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വേണ്ട സുഭാഷേട്ടാ, വീണ്ടും പോയേ പറ്റൂ. കല്യാണം കഴിക്കാൻ പോകുമ്പോൾ രണ്ടുപേരും കല്യാണത്തിന് റെഡിയാണോന്നൊന്നും ആരും ചോദിക്കാറേ ഇല്ല. കല്യാണം വേണ്ട, പിരിയണമെന്ന് തീരുമാനിച്ചാൽ മാത്രം ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി, സുധീഷ് ഏട്ടൻ ഓക്കെ ആണോ? അതെന്താണ് നീ അങ്ങനെ ചോദിക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, ചുമ്മാതെ ചോദിച്ച ഏട്ടത്തി, സുധീഷ് ഏട്ടൻ ഓക്കെ അല്ലേ? അപ്പൊ നിധി പറയണ, അതേടാ സുധീഷ് ഓക്കെയാ. അപ്പൊ നികേഷ് പറയണ, ഇതുവരെ വീട്ടിൽ വന്നില്ല, അതുകൊണ്ടാ ചോദിച്ചേ. ഇത് കേട്ട് നിധിയും പുറത്തേക്ക് നോക്കുകയാണ്. ഈ സമയം സുധീഷിന്റെ ആവശ്യപ്രകാരം ഗോപി നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് ടെൻഷനോട് കൂടി നിധി മനസ്സിൽ പറയുന്നു, എന്തിനാ ഗോപി സാർ വിളിക്കുന്നത്? 1 മിനിറ്റ് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നിധി ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഗോപി പറയുന്നു, മോളെ ഇത് ഞാനാ, കോൺസ്റ്റബിൾ ഗോപി. ഇത് കേട്ട് നിധി പറയുകയാണ്, കേൾക്കുന്നില്ല, ഹലോ ആരാ? അപ്പോൾ ഗോപി പറയുകയാണ്, ഞാനാ ഗോപി, വാമനപുരം പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ഗോപി. മോളുടെയും സുധീഷിന്റെയും കല്യാണം നടത്തി തന്ന കോൺസ്റ്റബിൾ. മറന്നുപോയോ? സാർ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സുഭാഷിനെ നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് നിധി പറയുന്നു, പറയൂ സർ. അപ്പൊ ഗോപി ചോദിക്കണ, എന്താ മോളെ, ഞാൻ ചിലതൊക്കെ കേട്ടു, സത്യമാണോ? സാർ എന്താ കേട്ടതെന്ന് നിധി ചോദിക്കുമ്പോൾ ഗോപി പറയണ, ഞാൻ അന്നേ മോളോട് പറഞ്ഞതല്ലേ ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. വക്കീലിനെ പോയി കാണുകയും സംസാരിക്കുകയും കോർട്ടിലേക്കൊക്കെ പോയി എന്ന് പറഞ്ഞു. സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു, സാറിനോട് ആരാ ഇതൊക്കെ പറയുന്നേ? സുധീഷ് മതിയെ ഗോപിയോട് പറയുകണ, ആര് പറഞ്ഞു എന്നുള്ളതല്ല പ്രധാനം, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും സാറേ. അപ്പൊ ഗോപി പറയണ, ദേ നോക്ക് മോളെ, ആര് പറഞ്ഞു എന്നുള്ള കാര്യമൊന്നും പ്രധാനമല്ല, മോൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അതാദ്യം പറയുന്നോട്. അപ്പൊ നിധി പറയണ, ഞങ്ങള് തമ്മിൽ ശരിയാകുന്നില്ല സർ. ഗോപി ചോദിക്കുന്നു, ശരിയാകുന്നില്ലെന്ന് പറഞ്ഞാൽ ആർക്കാ ശരിയാകാത്തത്? അപ്പൊ നിധി പറയണ, ഞങ്ങൾക്ക് 2 പേർക്കും ശരിയാകുന്നില്ല സർ, അതാ 2 പേരും ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്. ഇത് കേട്ട് ഗോപി ചോദിക്കണ, അതെങ്ങനെയാ മോളെ, നിങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കുന്നു, 6 മാസം പോലും ഒരുമിച്ച് ജീവിക്കാതെ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഇതൊക്കെ തെറ്റല്ലേ? എന്ത് റിസ്ക് എടുത്താ ഞങ്ങൾ ഈ കല്യാണം നടത്തിയത്? ഞങ്ങൾക്ക് ഒരു വിലയില്ലേ? സുധീഷ് മതിയെ ഗോപിയോട് പറയുന്നു, ഡിവോഴ്സിന്റെ കാര്യം നിധിയുടെ വീട്ടിൽ അറിയാമെന്ന് ചോദിക്കും. അപ്പൊ ഗോപി ചോദിക്കണ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഈ കാര്യം കുട്ടിയുടെ വീട്ടിൽ അറിയോ? ഇത് കേട്ട് നിധി പറയണ, ഇല്ല സർ, അവർക്കാർക്കും അറിയില്ല. അപ്പൊ ഗോപി പറയണ, എന്താ മോളെ ഇത്, വീട്ടിലെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യം പറയുന്നില്ല, ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യവും പറയുന്നില്ല, ഇതെല്ലാം
അവരറിഞ്ഞാൽ എന്ത് വിഷമിക്കും. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്ന് മോളുടെ അച്ഛന്റെയും ചേട്ടന്റെയും മുന്നിൽ വെച്ച് കെട്ടിയാൽ ഇവനെ കെട്ടൂന്ന് പറഞ്ഞില്ലേ? ടെൻഷനോടുകൂടി സുധീഷ് പതിയെ പറയുന്നു, ഇങ്ങനെ പറഞ്ഞാൽ അവള് മനസ്സിലാക്കില്ലേ ഞാൻ അടുത്തുണ്ടെന്ന്. സൂക്ഷിച്ച് സംസാരിക്ക്. ഇത് കേട്ട് ഗോപി പറയുക, ആദ്യം ശരിയാണല്ലോ, ഞാൻ പ്ലേറ്റ് മാറ്റാം. അന്ന് പോലീസ് സ്റ്റേഷനില് അച്ഛന്റെയും ചേട്ടന്റെയും മുമ്പില് കെട്ടുവാണെങ്കിൽ സുധീഷിനെ കെട്ടുവെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്നില്ലേ? ഒടുവിൽ അവരെ എല്ലാവരെയും എതിർത്ത് ഞങ്ങളല്ലേ നിങ്ങളുടെ കല്യാണം നടത്തിയത്. ഇപ്പൊ ഡിവോഴ്സ് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഡിവോഴ്സ് വേണമെന്ന് തീരുമാനിക്കാൻ എന്താ നടന്നത്? ഇക്കാലത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചാൽ ഉടനെ നടക്കണം. മോളെ, ഇത് ജീവിതത്തിന്റെ പ്രശ്നമല്ലേ, പെട്ടെന്ന് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സുധീഷ് പതിയെ പറയണ, കുറച്ചുകൂടി പറ സാറേ. അപ്പൊ ഗോപി പറയണ, കുറച്ചുകൂടെ പറയണോ? ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ അകത്താക്കുമെന്ന് പറയട്ടെ? അത്രയ്ക്കൊന്നും വേണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ഗോപി പറയണ, ദേ നോക്ക് മോളെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. മര്യാദയ്ക്ക് കോർട്ടിലേക്ക് പോയി ഡിവോഴ്സ് വേണ്ടെന്ന് പറ. ഇല്ലെങ്കിൽ ഞാൻ കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇത് കേട്ട് നിധി സാറിനെ വിളിക്കുമ്പോൾ ഗോപി ചോദിക്കുന്നു, പിന്നെന്താ വിചാരിച്ചത്? കല്യാണം കഴിപ്പിച്ചു വിട്ടതോടുകൂടി പോലീസിന്റെ ജോലി തീർന്നെന്നാണോ? നിങ്ങൾ നന്നായി ജീവിക്കുന്നുണ്ടോ എന്ന് ഫോളോ ചെയ്ത് നോക്കും, അത് ഞങ്ങളുടെ ജോലിയാ. ദേ നോക്ക് മോളെ, ഭർത്താവിനോട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്ക്. അല്ലാതെ ഡിവോഴ്സ് കോർട്ട് എന്ന് പറഞ്ഞ് നടക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? മോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടി സംസാരിച്ച് പ്രശ്നമെല്ലാം തീർത്തിട്ട് സന്തോഷത്തോടു കൂടി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കണം. എന്റെ വാക്ക് ധിക്കരിച്ച് ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ പിന്നെ ഞാൻ പറയാൻ നിൽക്കില്ല. വേറെ രീതിയിലായിരിക്കും ഞാൻ പെരുമാറുന്നത്. ഞാൻ ഫോൺ വെക്കുവാ മോളെ. ഇത് കേട്ട് നിധി സാറിനെ വിളിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് ഗോപി പറയുന്നു, സുധീഷേ, നീ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ സാർ എന്ന് പറഞ്ഞ് ഗോപിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. ഗോപിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് സുധീഷ് പറയുന്നു, സാർ സൂപ്പർ സാർ സൂപ്പർ. അപ്പോൾ ഗോപി പറയുന്നു, ഈ ഉമ്മയൊക്കെ നീ അവിടെ കൊടുത്ത് ആ കുട്ടിയുടെ മനസ്സിലൊരു ഇടം പിടിക്കാൻ നോക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ. തുടർന്ന് സംശയത്തോടു കൂടി നിധി മനസ്സിൽ പറയുകയാണ്, ഗോപി സാറിനോട് ആരായിരിക്കും ഇതൊക്കെ പറയുന്നത്? പോലീസ് ഇതൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കുവോ? സുധീഷ് വരുമ്പോ ചോദിച്ചു നോക്കാം. തുടർന്ന് രാത്രി ഫോണിൽ നോക്കിക്കൊണ്ട് ഹോളിൽ ഇരിക്കുകയാണ് സുധീഷ്. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി ചുറ്റും നോക്കിയിട്ട് സുധീഷിനോട് ചോദിക്കുന്നു, എന്താ സുധീഷ് തനിച്ചിരിക്കുന്നത്? സുഭാഷ് ചേട്ടൻ എവിടെയില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ചേട്ടൻ തുണി എടുക്കാൻ വേണ്ടി പോയി. നികേഷ് കടയിലേക്ക് പോയെന്ന് തോന്നുന്നു. എന്താ നിധി? അപ്പൊ നിധി പറയുകയാണ്, ഒന്നുമില്ല, ചുമ്മാതെ ചോദിച്ചതാ. അങ്ങനെ നിധിയെ ചുറ്റും നോക്കി സുധീഷിന്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, എന്താ അടുത്തൊക്കെ വന്നിരിക്കുന്നത്? ഇവിടെ ആരും ഇല്ലല്ലോ, എന്തായിരിക്കും ഉദ്ദേശം? അങ്ങനെ സുധീഷ് സന്തോഷത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കാണ്, സുധീഷ് ഗോപി സാറ് സുധീഷിനെ വിളിച്ചായിരുന്നോ? സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി? ഗോപി സാറോ? അതാരാ? അപ്പൊ നിധി പറയുകയാണ്, ആ കോൺസ്റ്റബിള്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, അയ്യോ അയാളെ പറ്റി നിധി എന്തിനാ ചോദിക്കുന്നത്? അങ്ങനെ സുധീഷ് ചോദിക്കുന്നു, ഏത് കോൺസ്റ്റബിളാ നിധി? അപ്പൊ നിധി പറയണ, നമ്മുടെ കല്യാണം നടത്തിയില്ലേ ആ കോൺസ്റ്റബിൾ ഗോപി. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, ഓ ആ ഗോപിയാണോ? നിധി ചോദിക്കുന്നു, ഗോപി സാറ് സുധീഷിനെ വിളിച്ചായിരുന്നോ? അപ്പൊ സുധീഷ് പറയണ, അയാൾ എന്തിനാ എന്നെ വിളിക്കുന്നത്? എന്നെയും ഫോൺ വിളിച്ചിട്ടില്ല. അപ്പൊ നിധി പറയണ, പക്ഷേ എന്നെ ഫോൺ വിളിച്ചു. സുധീഷ് ചോദിക്കുന്നു, നിധി എന്തിനാ കോൺസ്റ്റബിൾ വിളിച്ചത്? നിധിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പൊ നിധി പറയണ, അതൊന്നും അല്ല സുധീഷ്, ഗോപി സാറിനെ ഫോണിൽ വിളിക്കുന്നത് രണ്ടാമത്തെ തവണയാ. നേരത്തെ നമ്മൾ അഡ്വക്കേറ്റിനെ കാണാൻ പോയപ്പോൾ ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പൊ വീണ്ടും ഡിവോഴ്സിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതും എന്നെ വിളിച്ചിരിക്കുന്നു. അതാ സുധീഷിനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചത്. അപ്പൊ സുധീഷ് പറയണേ, ഇല്ല നിധി, ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ സുധീഷ് തന്റെ ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നു, എനിക്ക് അങ്ങനെയുള്ള ഒരു കോളും വന്നിട്ടില്ല നിധി. അപ്പൊ സുധീഷിനെ വിളിച്ചില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ശരി വിളിച്ചിട്ട് അയാൾ എന്താ പറഞ്ഞേ? അപ്പൊ നിധി പറയണ, എന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നത്? നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയാണോ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഈ കല്യാണം നടത്തി തന്നത്? ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല, സമാധാനമായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ആയിരുന്നു. പുഞ്ചിരിച്ചൊന്ന് ആലോചിച്ച് സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ ചോദിച്ചേ? അപ്പൊ നിധി പറയണ, അതെ സുധീഷേ, ഒരു പോലീസുകാരൻ എന്തിനാ ഇങ്ങനെ നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ കല്യാണം അവര് നടത്തി തന്നു, അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ജീവിക്കുന്നോ അതോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നോ? ഇതൊക്കെ എന്തിനാ അവരന്വേഷിക്കുന്നത്? അന്വേഷിക്കുമായിരിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കാണ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല സുധീഷ്, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആദ്യത്തെ സംശയം, നമ്മൾ ഡിവോഴ്സ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത കാര്യം ഗോപി സാറിനോട് ആരായിരിക്കും പറഞ്ഞത്? സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഞാനാണെന്ന് നിധി കണ്ടുപിടിക്കോ? സംശയത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു, സുധീഷ് ഗോപി സാറിനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചിരിച്ചുകൊണ്ട് സുധീഷ് ചോദിക്കണ, ഞാൻ എന്തിനാ ഈ കാര്യമൊക്കെ അയാളോട് പറയാൻ പോകുന്നേ? ഞാൻ പറഞ്ഞാൽ അയാള് നിധിയെ വഴക്ക് പറഞ്ഞതുപോലെ എന്നെയും വഴക്ക് പറയില്ലേ? എനിക്ക് എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? അപ്പൊ നിധി ചോദിക്കണ, പിന്നെ ആരാ ഈ കാര്യങ്ങളൊക്കെ ഗോപി സാറിനെ അറിയിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയും? ഒന്ന് ആലോചിച്ച് സുധീഷ് പറയുകട, ഒരുപക്ഷെ കോർട്ടിൽ നിന്നും ഫോൺ ചെയ്ത് അറിയിച്ചതായിരിക്കും. നിധി ചോദിക്കുന്നു, എന്ത് ലോജിക്കാ സുധീഷ് ഇത്? കോർട്ടിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ആരാ ഇതൊക്കെ വിളിച്ചു പറയുക? അപ്പൊ സുധീഷ് പറയണ, ശരി കോർട്ടിൽ നിന്നല്ലായിരിക്കും, നമ്മുടെ വക്കീല് പറഞ്ഞതായിരിക്കും. വക്കീൽ എന്ത് പറയാനാണെന്ന് നിധി ചോദിക്കുമ്പോൾ അപ്പൊ സുധീഷ് പറയണ, എനിക്ക് തോന്നുന്നത് ആ വക്കീല് തന്നെ പറഞ്ഞതായിരിക്കുമെന്ന്. അങ്ങനെയാണ് സുധീഷ് പറയുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അതെ നിധി, ഉറപ്പായിട്ടും വക്കീലായിരിക്കും പറഞ്ഞത്. ഇത് കേട്ട നിധി പറയണ, അങ്ങനെയാണെങ്കിൽ ഞാൻ വക്കീലിനോട് തന്നെ ചോദിച്ചോളാം. അങ്ങനെ നിധി വക്കീലിന്റെ ഫോണിലേക്ക് വിളിക്കാനായി തുടങ്ങുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷ് പറയുന്നു, നിധി
നിധി എന്തിനാ രാത്രി സമയത്ത് വക്കീലിനെ ഒക്കെ വിളിക്കുന്നത്? അവർ ഉറങ്ങിക്കാണും. അപ്പൊ നിധി പറയുകയാണ്, ഉറങ്ങിക്കാണത്തൊന്നുമില്ല, എന്റെ സംശയത്തിനൊരു ഉത്തരം കിട്ടിയേ പറ്റൂ, ഞാൻ ആ വക്കീലിനെ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി പറയുന്ന കേക്ക്, വേണ്ടെന്നല്ലേ പറഞ്ഞത്. നിധി വക്കീലിനെ ഫോണിൽ വിളിക്കുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷ് പിടിക്കപ്പെട്ടു എന്നാ തോന്നുന്നത്. വക്കീല് ഫോൺ എടുക്കുന്നില്ല. വിഷമത്തോടുകൂടി നിധി പറയുന്നു, ഫോൺ എടുത്തില്ല. സമാധാനത്തോടുകൂടി സുധീഷ് പറയുകയാണ്, നിധി ഞാൻ പറഞ്ഞില്ലേ, രാത്രി സമയത്ത് ഇങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവര് ജോലി ചെയ്യുന്നത്. ഈ സമയം വക്കീല് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നിധി പറയുന്നു, സുധീഷ് ദേ വക്കീല് വിളിക്കുന്നുണ്ട്. സുധീഷ് ടെൻഷനോടുകൂടി ഇരിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് നിധി പറയുന്നു, ഹലോ മേഡം, ഞാൻ നിധിയാ. പറയുന്ന വക്കീല് പറയുമ്പോൾ നിധി പറയുകയാണ്, മേഡം എനിക്കൊരു ഡൗട്ട്. ഞങ്ങളുടെ കല്യാണം നടന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണെന്ന് ഞാൻ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പറഞ്ഞായിരുന്നു എന്ന് വക്കീല് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞങ്ങള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം മേഡം സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്തായിരുന്നു. ഞങ്ങൾ എന്തിനാ അതൊക്കെ ഇൻഫോം ചെയ്യുന്നതെന്ന് വക്കീല് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അപ്പം മേഡം പറഞ്ഞിട്ടില്ലേ? ഇത് കേട്ട് വക്കീല് പറയുകയാണ്, അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. അപ്പൊ നിധി പറയുന്നു, ഓക്കെ മേഡം, വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ്, റൂൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കല്യാണം കഴിച്ചവർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ കോർട്ടിൽ നിന്നും ആ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കോ? ഇത് കേട്ട് വക്കീല് ചോദിക്കാന്, ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അങ്ങനെയുള്ള ഒരു റൂൾസും ഫോർമാലിറ്റീസും ഇല്ല. ഇത് കേട്ട് നിധി പറയുന്നു, സോറി മേഡം, ഒരു സംശയത്തിന്റെ പേര് വിളിച്ചതാ, സോറി. ഇത് കേട്ട് മേഡം പറയുകയാണ്, ഇറ്റ്സ് ഓക്കെ, ബൈ. നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, സുധീഷേ നീ പെട്ടു. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് അഡ്വക്കേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ ആരായിരിക്കും പറഞ്ഞത്? അപ്പൊ സുധീഷ് പറയുന്നു, അതാ നിധി എനിക്ക് മനസ്സിലാകാത്തെ. ഞാൻ വേണമെങ്കിൽ ആ ഗോപി സാറിനെ ഫോൺ വിളിച്ച് ചോദിക്കാം, നമ്പർ എന്റെ കയ്യിലുണ്ടെന്നാ തോന്നുന്നത്. അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് സുധീഷ് വിളിച്ച് ചോദിക്കുക, ആരാണ് പറഞ്ഞെന്നറിഞ്ഞാൽ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയേനെ. സുധീഷ് പെട്ടെന്ന് വിളിക്കുക. അപ്പൊ സുധീഷ് പറയണ, അതല്ല നിധി, അയാള് പോലീസുകാരനല്ലേ, എങ്ങനെ നമ്മളെ ഈ സമയത്തൊക്കെ വിളിക്കുക? ഞാൻ നാളെ നല്ലൊരു സമയം നോക്കി ഗോപി സാറിനെ വിളിക്കാം. നിധിയുടെ സംശയം ഞാൻ തന്നെ ഗോപി സാറിനോട് ചോദിച്ച് ക്ലിയർ ആക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് നോൺസെൻസാ പറയുന്നതെന്നാ അറിയാത്തത്. നാളെ അത് ആരാണെന്ന് ഞാൻ തന്നെ നിധിയോട് പറയാം. വിശ്വസിച്ചെന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നതാണല്ലേ. നിധി, ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ, സംസാരിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന സുധീഷ് പറയുന്നു, രക്ഷപ്പെട്ടു. നിധി മനസ്സിൽ പറയുകയാണ്, എന്റെ കയ്യില് ആ ഗോപി സാറിന്റെ നമ്പർ ഉണ്ടല്ലോ, ഞാൻ തന്നെ അങ്ങ് വിളിച്ച് ചോദിക്കാം. അങ്ങനെ നിധി ഗോപിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഗോപിയോട് നിധി പറയുന്നു, സർ ഞാൻ നിധിയാ സംസാരിക്കുന്നത്. അപ്പോൾ ഗോപി ചോദിക്കണ, ഏത് നിധി? അപ്പൊ നിധി പറയണ, ഇന്ന് ഉച്ചയ്ക്ക് സാർ എന്നെ വിളിച്ചിരുന്നില്ലേ, ഡിവോഴ്സ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഫോണിലൂടെ ഉപദേശിച്ചില്ലേ? ഇത് കേട്ട് ഗോപി ചോദിക്കുന്നു, ഓ ആ നിധിയാണോ? എന്താ മോളെ, എന്താ കാര്യം? അപ്പൊ നിധി ചോദിക്കണ, സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഗോപി പറയുന്നു, അതിനെന്താ കാണാലോ. കുറച്ച് അപ്പുറത്തായി വന്ന ഗോപിയുടെ ഭാര്യ അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ്. ഗോപി ചോദിക്കുന്നു, എന്തിനാ കുട്ടി എന്നെ കാണണമെന്ന് പറഞ്ഞത്? അപ്പൊ നിധി പറയണ, സർ നേരിൽ കാണുമ്പോഴത് പറയാം. അപ്പൊ ഗോപി പറയുന്നു, ശരി മോളെ, മോള് നേരെ സ്റ്റേഷനിലേക്ക് വന്നാ മതി, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ചാണ് കാണേണ്ടതെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ നാളെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകും, എന്നെ വിളിച്ചാ മതി. അപ്പൊ നിധി പറയണ, ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സർ. അപ്പൊ ഗോപി പറയണ, എങ്കിൽ മോളെ സ്റ്റേഷനിലേക്ക് വാ, നമുക്ക് മീറ്റ് ചെയ്യാം. ശരി എന്ന് പറഞ്ഞ ഗോപി ഫോൺ കട്ട് ചെയ്യുമ്പോൾ നിധി ആലോചിച്ചിരിക്കുകയാണ്. ഗോപിയുടെ ഭാര്യ ചോദിക്കുന്നു, ആരായിരുന്നു ഫോണില്? പുറത്ത് വെച്ച് കാണാന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഗോപി പറയുന്നു, അതൊരു ഡിവോഴ്സിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വിളിച്ച. ഇത് കേട്ട് ഭാര്യ ചോദിക്കുന്നു, നിങ്ങള് പോലീസ് സ്റ്റേഷനിലല്ലേ ജോലി ചെയ്യുന്നത്, അതോ കോർട്ടിലാണോ? എങ്ങനെയാ ഡിവോഴ്സ് കേസൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തുന്നത്, അതും ഈ രാത്രി നേരത്ത്? ഒരു പെണ്ണ് നിങ്ങളെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് കേസിന്റെ കാര്യം സംസാരിച്ചു, ഇത് ഞാൻ വിശ്വസിക്കണല്ലേ? എടി ഇത് അങ്ങനെയല്ലെന്ന് ഗോപി പറയുമ്പോൾ ഗോപിയുമായി വഴക്കടിക്കുകയാണ് ഭാര്യ. സത്യം എന്താണെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്താനാകാതെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് ഗോപി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്